നമസ്കാരം. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു എഫേർട്ട് ഇട്ടുകൊണ്ട് എങ്ങനെ അടിപൊളി റിസൾട്ട് ഉണ്ടാക്കാം, അതും ഫോട്ടോഗ്രാഫിയിൽ. അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ പരീറ്റോ തത്വത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സംഭവം സിമ്പിളാണ്. നമ്മൾ ചെയ്യുന്ന 20% കാര്യങ്ങൾ മതി 80% റിസൾട്ട് ഉണ്ടാക്കാൻ. അപ്പോ ഈയൊരു ഐഡിയ ഫോട്ടോഗ്രാഫിയിൽ എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഗംഭീര ഫോട്ടോസ് എടുക്കാനുള്ള വഴിയിൽ നിങ്ങളെ ഒരു 80% മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് എന്റെ ലക്ഷ്യം. അതെ, വെറും ഒരൊറ്റ കാര്യത്തിൽ നമ്മളിന്ന് ശ്രദ്ധിക്കാൻ പോവാണ്. അത് മാത്രം മതി നിങ്ങൾക്ക് വേണ്ട റിസൾട്ടിന്റെ 80% കിട്ടാൻ, ഞാൻ ഉറപ്പു തരുന്നു. ഏതൊരു കാര്യം പഠിക്കുമ്പോഴും, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി പോലെ ടെക്നിക്കലായ ഒന്ന്, വലിയ വലിയ കാര്യങ്ങളിലേക്ക് ചാടിക്കയറുന്നതിനു മുൻപ് ഒരു ബേസിക് ഫൗണ്ടേഷൻ ഇടണം, അല്ലേ? അത് നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ എന്താണ് ഫോട്ടോഗ്രാഫിയിലെ ഈ 80-20 റൂൾ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ ഒരേയൊരു ക്യാമറ സെറ്റിംഗിൽ മാസ്റ്റർ ആവാൻ സഹായിക്കുന്ന ഒന്നാണ്. അതാണ് ഏറ്റവും പ്രധാനം. അതെ, ആ സെറ്റിംഗാണ് ISO. നിങ്ങൾ ഫോട്ടോഗ്രാഫി പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ആദ്യം തന്നെ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സെറ്റിംഗ് ഇതുതന്നെയാണ്. ബാക്കിയെല്ലാം ഇതിന് ശേഷമേ വരൂ. അപ്പോൾ എന്താണ് ഈ ISO? ഇതെങ്ങനെയാണ് നമ്മുടെ ഫോട്ടോകളെ സ്വാധീനിക്കുന്നത്? നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ക്യാമറയുടെ സെൻസറിന് ലൈറ്റിനോട് എത്രത്തോളം സെൻസിറ്റിവിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു അളവാണ് ISO. അതായത് എത്ര വേഗത്തില് അതിന് വെളിച്ചം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന്. അത്രയുള്ളൂ. ഇനി കുറഞ്ഞ ISOയും കൂടിയ ISOയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇപ്പോ ISO 100 ആണെന്ന് വെക്കാം. സെൻസർ അത്ര സെൻസിറ്റീവ് അല്ല, അതുകൊണ്ട് നല്ല വെളിച്ചം വേണം. പക്ഷേ കിട്ടുന്ന പടം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഇനി ISO അങ്ങ് 3200 ആക്കിയാലോ? സെൻസർ ഭയങ്കര സെൻസിറ്റീവ് ആവും. കുറഞ്ഞ വെളിച്ചത്തിലും പടം കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഫോട്ടോയിലെ ചെറിയ തരിതരിപ്പ് കാണും. അതിനെയാണ് നമ്മൾ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഓർമ്മയിൽ വെക്കുക. നിങ്ങൾ എവിടെ ഫോട്ടോ എടുക്കാൻ പോയാലും ആ വെളിച്ചത്തിനനുസരിച്ച് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ISO ആണ്. അതാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ. ഈ ISO ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. അതായത്, ആവശ്യത്തിന് വെളിച്ചം വേണോ അതോ നല്ല ക്വാളിറ്റിയുള്ള പടം വേണോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അവിടെയുണ്ടാവും. അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം വരുമല്ലേ? എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പടം കിട്ടാൻ ISO ആണ് മാക്സിമം കൂട്ടിവെച്ചാ പോരെ? എന്തിനാ നമ്മളിത് കുറയ്ക്കാൻ നോക്കുന്നത്? നല്ല ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഉത്തരം ഇതാണ്. കാരണം നമുക്ക് എപ്പോഴും ISO ഏറ്റവും കുറച്ചു വെക്കാനാണ് താൽപ്പര്യം. ഫോട്ടോഗ്രാഫിയുടെ ഒരു അടിസ്ഥാന നിയമം തന്നെ അതാണ്. എന്തിനാണെന്നല്ലേ? ശരി, ISO നമ്പർ കൂടുന്തോറും നമ്മുടെ ചിത്രത്തിന് എന്തു മാറ്റമാണ് വരുന്നതെന്ന് നമുക്ക് നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഇതാ നോക്കൂ, ISO 100-ലെടുത്ത ചിത്രം. എന്ത് ക്ലിയറാണ് അല്ലേ? നല്ല ഷാർപ്പ്, ഒരു തരി പോലുമില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മൾ ISO ഒന്നുകൂടി ഒരു 800 ആക്കി. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ചിത്രത്തില് ചെറിയ തരികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ISO 3200-ലേക്ക് മാറ്റി. കണ്ടോ, ആ ഗ്രെയിൻ അല്ലെങ്കിൽ നോയ്സ് ഇപ്പോൾ വളരെ വ്യക്തമായി കാണാം. ഇത് ചിത്രത്തിന്റെ ആ ഒരു ക്വാളിറ്റിയെ ചെറുതായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ISO 6400. ഇപ്പോ ആ ഒരു പ്രശ്നം നല്ലോണം കാണാനുണ്ട്. ചിത്രത്തിലെ ഡീറ്റെയിൽസ് ഒക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും. ആ ഒരു സ്വാഭാവിക ഭംഗി കുറയും. അപ്പോ ഇതാണ് ആ ട്രേഡ് ഓഫ്. നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചം വേണമെങ്കിൽ ISO കൂട്ടാം. പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ഈ നോയ്സ് അല്ലെങ്കിൽ ഗ്രെയിൻ. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഒന്നേയുള്ളൂ: അപ്പോഴത്തെ വെളിച്ചത്തിൽ പറ്റാവുന്നത്രയും കുറഞ്ഞ ISOയിൽ ഫോട്ടോ എടുക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? വില കൂടിയ ക്യാമറകൾക്ക് ഉയർന്ന ISOയിലും നോയ്സ് കുറച്ചു ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. അതാണ് പലപ്പോഴും ഒരു ക്യാമറയുടെ വില കൂടാനുള്ള ഒരു പ്രധാന കാരണം. കൂടുതൽ വെളിച്ചം വേണമെങ്കിൽ കൂടുതൽ പണം മുടക്കേണ്ടി വരും. അതാണ് ഫോട്ടോഗ്രഫി. ശരി, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ ഉപയോഗിച്ചു തുടങ്ങാൻ കഴിയുന്ന കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് തരാം. ഇതൊരു അടിപൊളി സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പോ നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി ഇതാ കുറച്ച് സിമ്പിൾ റൂൾസ്. ഇതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. പുറത്ത് നല്ല വെയിലുള്ളൊരു ദിവസമാണോ? നേരെ ISO 100-ൽ വെച്ചോ. ഇനിയിപ്പോ നിങ്ങളൊരു മരത്തണലിലോ അല്ലെങ്കിൽ ഒരു മൂടിക്കെറ്റിയ കാലാവസ്ഥയിലോ ആണെങ്കിൽ ഒരു 200-ലേക്ക് മാറ്റാം. വീടിനകത്ത് നല്ല വെളിച്ചമൊക്കെയുള്ളൊരു റൂമിലാണെങ്കിലോ ഒരു 400. ഇതൊരു അടിപൊളി സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. ഓർക്കുക, ഈ ലളിതമായ നിയമങ്ങൾ പഠിച്ച് പ്രയോഗിക്കുന്നതാണ് ആ 20% എഫേർട്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക്
80% റിസൾട്ടും തരും. ഇതാണ് നിങ്ങളുടെ സ്ട്രോങ് ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. എപ്പോഴും 80-20 റൂൾ ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആദ്യത്തെ സെറ്റിംഗ് എപ്പോഴും ISO ആയിരിക്കണം. നോയ്സ് ഒഴിവാക്കാൻ അത് കഴിയുന്നത്ര കുറച്ചു വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ ആ സിമ്പിൾ ഗൈഡ് ഒരു വഴികാട്ടിയായി ഉപയോഗിക്കുക. അപ്പോ 80% റിസൾട്ട് തരുന്ന ആ 20% അറിവ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങളുടെ ഊഴാണ്. പുറത്തിറങ്ങി നല്ല കിടിലൻ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങൂ. നിങ്ങൾ എന്തെല്ലാം അത്ഭുതങ്ങളായിരിക്കും ഇനി ക്യാമറയിൽ പകർത്താൻ പോകുന്നത്?